ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇയ്യോബ് 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാണ് നമുക്ക് വായിക്കുവാനുള്ളത്. അധ്യായം 14 മനുഷ്യ ജീവിതത്തിൻ്റെ ദൈർഘ്യവും ദുർബലതയും ഇയ്യോബ് പ്രതിഫലിപ്പിക്കുന്നു. വാടിപ്പോകുന്ന ഒരു പൂവിനോടൊപ്പവും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന നിഴലിനോടൊപ്പവുമാണ് അദ്ദേഹം ജീവിതത്തെ താരതമ്യം ചെയ്യുന്നത്. ഇത്രയും ദുർബലവും താൽക്കാലികവുമായ ഒരു ജീവിയെ ദൈവം എന്തിനാണ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്നിരുന്നാലും നിരാശയുടെ നടുവിൽ വെട്ടിമാറ്റിയതിന് ശേഷവും ഒരു മരം വീണ്ടും തളിർത്താൽ ഒരുപക്ഷെ മനുഷ്യർക്കും പ്രത്യാശയുണ്ടാകുമെന്ന് ഇയ്യോബ് നേരിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. മനുഷ്യൻ്റെ നശ്വരതയും ദൈവത്തിൻ്റെ നിത്യസ്വഭാവവും തമ്മിലുള്ള സംഘർഷം ഇവിടെ കാണാം. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ഇയ്യോബ് സംശയിച്ചാലും അവൻ്റെ അധികാരം അംഗീകരിക്കുന്നു. വൃക്ഷത്തിൻ്റെ ഉദാഹരണം പുനരുജ്ജീവനത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ആഗ്രഹം കാണിക്കുന്നു. സംശയത്തിനിടയിലും വിശ്വാസം പ്രത്യാശയെ അന്വേഷിക്കുന്നു. ജീവിതം ചെറുതും നശ്വരവുമാണ്. അതിനാൽ ഓരോ നിമിഷവും വിലമതിക്കണം. കഷ്ടതകളിൽ ദൈവത്തോട് ചോദ്യം ചെയ്യുന്നത് തെറ്റല്ല. പ്രത്യാശയില്ലാത്തതായി തോന്നുമ്പോഴും ദൈവം പുതിയ തുടക്കം നൽകും. ദൈവത്തെ മനസ്സിലാക്കാനാകാത്ത സാഹചര്യത്തിലും അവനിൽ വിശ്വസിക്കണം. അധ്യായം 15 എലീഫസ് ഇയ്യോബിനെ ശക്തമായി വിമർശിക്കുന്നു. ഇയ്യോബ് അഹങ്കാരത്തോടെ സംസാരിക്കുന്നു എന്ന് അവൻ ആരോപിക്കുന്നു. ദുഷ്ടർ എല്ലായ്പ്പോഴും നശിക്കുന്നു എന്ന് അവൻ ഉറച്ചു പറയുന്നു. ഇയ്യോബിൻ്റെ കഷ്ടതകൾ അവൻ്റെ പാപത്തിൻ്റെ ഫലമാണെന്ന് സൂചിപ്പിക്കുന്നു. സ്വയം നീതിമാനെന്ന് കരുതുന്ന സമീപനത്തിൻ്റെ അപകടം ഇവിടെ കാണാം. ദൈവത്തിൻ്റെ മാർഗങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് എലീഫസ് കരുതുന്നു. കരുണയില്ലാത്ത ആത്മീയത ആളുകളെ വേദനിപ്പിക്കും. യഥാർത്ഥ ആത്മീയത വിനയവും സഹാനുഭൂതിയും ആവശ്യപ്പെടുന്നു. മറ്റുള്ളവരുടെ കഷ്ടതയെ അടിസ്ഥാനമാക്കി അവരെ വിധിക്കരുത്. എല്ലാ വേദനയും പാപത്തിൻ്റെ ഫലമല്ല. കരുണയില്ലാത്ത വാക്കുകൾ ആളുകളെ വേദനിപ്പിക്കും. കഷ്ടതയിലുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആശ്വസിപ്പിക്കണം. 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇയ്യോബ് തൻ്റെ സുഹൃത്തുക്കളെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്ന് വിളിക്കുന്നു. അവൻ അനുഭവിക്കുന്ന വേദനയെ വളരെ ശക്തമായി വിവരിക്കുന്നു. ദൈവം തന്നെ ആക്രമിക്കുന്നുവെന്ന് അവൻ അനുഭവിക്കുന്നു. എന്നിരുന്നാലും സ്വർഗത്തിൽ തൻ്റെ പക്ഷം നിൽക്കുന്ന ഒരാൾ ഉണ്ടാകുമെന്ന പ്രത്യാശ അവൻ പ്രകടിപ്പിക്കുന്നു. വേദനയുടെ നടുവിലും ദൈവത്തോട് തുറന്നു പറയുന്ന വിശ്വാസം ഇവിടെ കാണാം. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ അവൻ അവനോട് കരഞ്ഞു പറയുന്നു. സ്വർഗീയ സാക്ഷിയെക്കുറിച്ചുള്ള ആശയം ദൈവിക ന്യായത്തിൻ്റെ പ്രതീക്ഷയാണ്. ഇത് നീതിക്കായുള്ള ആഴത്തിലുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥ ആശ്വാസം കരുണയോടെയാണ് വരേണ്ടത്. ദൈവത്തോട് നമ്മുടെ വേദന തുറന്നു പറയാം. ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുമ്പോഴും ദൈവം നമ്മോടൊപ്പം തന്നെ ഉണ്ട്. അതൊരു ദൈവ പൈതലിൻ്റെ ഉറപ്പാണ്. ദൈവത്തിൻ്റെ നീതിയിൽ പ്രത്യാശ വയ്ക്കുന്നത് നമുക്ക് ശക്തി നൽകുന്നു. 9 മുതലുള്ള വാക്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോടുള്ള ബന്ധത്തിലും നമുക്ക് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. ഇന്ന് ഈ ധ്യാനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചേർത്ത് ചിന്തിക്കുവാൻ, കഷ്ടത വരുമ്പോൾ ഞാൻ വിശ്വാസത്തോട് ദൈവത്തോട് ചോദിക്കുമോ, അല്ലെങ്കിൽ അവനിൽ നിന്ന് അകന്നു പോകുമോ? ഞാൻ മറ്റുള്ളവർക്ക് യഥാർത്ഥ ആശ്വാസകനാണോ, അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ അവരുടെ വേദന വർദ്ധിപ്പിക്കുന്നുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.